ഹലോ ഗായ്സ്, വെൽക്കം ടു സജു ഷാപ്സ് ചാനൽ. സോ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു തിരക്കുകളും ജോലികളും ഒക്കെ മാറ്റിവെച്ച് എൻ്റെ കൊച്ചു ഫാമിലിയുമായിട്ടൊരു യാത്ര, അതും ഒരു മനോഹരമായ സ്ഥലത്തേക്ക്. അപ്പോൾ ആ സ്ഥലം ഏതാണെന്നല്ലേ? വിയറ്റ്നാം. ഫൈനലി അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങളെല്ലാവരും എത്തി. ലഗേജ് എടുക്കുന്ന തിരക്കിലായിരുന്നു. കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലും എക്സൈറ്റ്മെൻറ്റിലും ആയിരുന്നു. കൂട്ടത്തിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയിലായിരുന്നു. ബോർഡിംഗ് എല്ലാം ക്ലിയറായി, ഇമിഗ്രേഷനും എല്ലാം ക്ലിയർ ആയതിനു ശേഷം പറയാൻ വിട്ടുപോയി ഞങ്ങൾ മാത്രമല്ല വിയറ്റ്നാമിലോട്ട് പോകുന്നത്. കൂടെ നമ്മൾ സ്വന്തം അലിയനും ഇത്തയും അവരുടെ മകനുമായ ഇസാനും കൂടിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് ഉള്ളത്. ഫ്ലൈറ്റ് ഇറങ്ങി ഫ്രഷായി. നമ്മുടെ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കൊച്ചി ടു മലേഷ്യയും മലേഷ്യ ടു വിയറ്റ്നാമും. ഏകദേശം 2.5 മണിക്കൂർ വെയിറ്റിങ്ങിലാണ് നമ്മളുള്ളത്. കുട്ടികളെല്ലാവരും സ്റ്റോറി ബുക്സ് വായിച്ചും ഡ്രോയിങ് ചെയ്തും ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ വിയറ്റ്നാമിലോട്ടുള്ള ചെക്കിങ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ അതിനായിട്ടുള്ള റെഡിയായി. ഏകദേശം 2-2.5 വർഷമായി ഞാൻ എൻ്റെ ഇക്കാൻ്റെ ഈ ചിരി ഒന്ന് കണ്ടിട്ട്. എപ്പോഴും വർക്കിലും ബിസിയിലും വർക്ക് പ്രഷറും എപ്പോൾ നോക്കാലും ബിസി ഒരു ലൈഫായിരുന്നു ഇക്കാൻ്റെ. പക്ഷെ എല്ലാവരും ചോദിക്കും എൻ്റെ ഹസ്ബൻഡ് ചിരിക്കാറില്ലേ? ചിരിക്കാറുണ്ട്. പക്ഷെ ഈ ഉള്ളു തുറന്നിട്ടുള്ള ഈ ചിരി ഉണ്ടല്ലോ, ഈ ചിരി ഇപ്പോൾ തന്നെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിയറ്റ്നാം എയർപോർട്ടിലെത്തി. നമ്മൾ ഇമിഗ്രേഷനിൽ വെയിറ്റിംഗ് ചെയ്യാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞു, പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ ക്യാബിനും നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവറും പുറത്തുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി. നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് നമ്മൾ മനസ്സിലായില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ക്യാബിനിൽ നമ്മൾ കാരവനിൽ കയറി. നമ്മൾ ലഗേജ് എല്ലാം പുള്ളിക്കാരൻ വാങ്ങി ലഗേജെല്ലാം വെച്ച് ഫൈനലി നമ്മൾ വിയറ്റ്നാമിലെത്തി. ഒരു രക്ഷയില്ല. വിയറ്റ്നാം എയർപോർട്ടൊക്കെ ഹനോയ് എന്ന എയർപോർട്ടിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ക്യാബിനിൽ കയറി. ഫുൾ ചിരി മൂഡിലാണ് എല്ലാവരും. കണ്ടില്ലേ, എത്തിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ. അങ്ങനെ വിയറ്റ്നാമിലെത്തി നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അവിടുത്തെ കാലാവസ്ഥ ഓക്കെ ആയിരുന്നു. വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു, എന്നാൽ വലിയ തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ക്ലൈമറ്റ്. ഫൈനലി നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ലഗേജ് എല്ലാം വെച്ചു. കയറിയപ്പോൾ തന്നെ നല്ല ഫ്രഷ് സ്മെൽ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു റൂം. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഹാപ്പി മൈൻഡ് തന്നെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. റൂമും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എല്ലാ ഫെസിലിറ്റിയും ഉള്ള റൂം തന്നെയായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ ഹോട്ടൽസ് 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ള പോലെ തന്നെ എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ലോക്ക്, നമ്മുടെ പേഴ്സണൽ തിങ്സ് വയ്ക്കാനുള്ള ലോക്ക്, സൈനിങ്, സ്ലിപ്പേഴ്സ്, എവറിത്തിങ് ഓക്കെ. ഇറ്റ്സ് ഫൈൻ. സൂപ്പറായിരുന്നു. പിന്നെ നമ്മളിങ്ങോട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വരവായിരുന്നു വിയറ്റ്നാം ട്രിപ്പ്. കഴിഞ്ഞ വെക്കേഷനിൽ നാട്ടിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ. ആ പോക്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കൂടെ വന്നിട്ടുള്ള അലയൻ്റെ വീട്ടിൽ. അപ്പോൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇവിടെ വർത്തമാനം പറയുന്ന ഇടയിൽ ജസ്റ്റ് ഷിബിറ നമുക്ക് വിയറ്റ്നാമിലോട്ടൊരു ട്രിപ്പ് അടിച്ചാലോ, നല്ല പ്ലേസാണെന്ന് പറഞ്ഞു. നമ്മൾ കൂടുതലായിട്ട് റിസർച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും പെട്ടെന്ന് എല്ലാ പ്ലാനിങ്ങും എല്ലാ രീതിയിലും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹാപ്പി എന്താ നല്ല രീതിയിൽ തന്നെ അത് ഇവർ എക്സിക്യൂട്ടീവ് ചെയ്തു. ഇത്ര പെട്ടെന്ന് ഫാസ്റ്റാന്ന് വിചാരിച്ചില്ല. സോ ഈ വീഡിയോ ഞാൻ അലിയൻകാക്ക് താങ്ക്സ് പറഞ്ഞു വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.